ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയൊന്നുമല്ല കേട്ടോ, കൃഷിയല്ല, വിളവെടുപ്പല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല. ഇന്ന് ഞാൻ വരുന്നത് എൻ്റെ മൂത്ത മോൻ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ മോന് നോമ്പിൻ്റെ മുമ്പേ വന്നിട്ടുണ്ട്. മൂത്ത മോന് ഭയങ്കര തിരക്കാണ്, ഡോക്ടറാണല്ലോ കോഴിക്കോട്. അപ്പം പെരുന്നാൾ എടുത്തിട്ടുണ്ട്. അപ്പം എത്ര തിരക്കിലായാലും ഞങ്ങളൊന്ന് കാണാൻ വരും, ഇടയ്ക്കൊന്ന് വരും. ആ തിരക്കൊന്നും പ്രശ്നമില്ല, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ വന്നിട്ടുണ്ട്. വന്ന് എന്തിനാണെന്നറിയോ, ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ട് പുറത്തേക്ക് പോവുക. ഇന്നൊരു ഔട്ടിങ്ങാ. ഇന്ന് നോമ്പ് തുറ, പുറത്തുനിന്ന് എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ടാവും മൂത്തമ്മ വന്നത്. അപ്പം വരി, നമുക്ക് എന്താ പ്ലാനിങ് എന്ന് എനിക്ക് അറിഞ്ഞൂട്ടാ. നമുക്ക് പുറത്ത് പോവുക, ഞങ്ങളെയും കൊണ്ട് പുറത്ത് പോവുകയാണ്. നിങ്ങൾക്കെല്ലാം ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്നാ വരി. ഞങ്ങള് പുറത്തിറങ്ങി നോക്കുമ്പോ ഞങ്ങൾ 5-ാം മൈലിൽ തന്നെ മഴ പെയ്തു കേട്ടോ. വീട്ടിലെ സ്ഥിതി എന്താ അറിയില്ല, മഴക്ക് വേണ്ടി കാത്തിക്കേനി ഞങ്ങള്. ആ മഴ കാണാനായില്ല, പെയ്തോല്ലേന്ന് അറിയില്ല. ഇപ്പൊ നോക്ക്, അടിപൊളി മഴയാ. ചെടികളൊക്കെ അങ്ങ് വാടിപ്പോയിരുന്നു. ഞങ്ങൾക്ക് മാത്രമേ മഴ കിട്ടാത്തുള്ളൂ. അന്വേഷിച്ച് നോക്കുമ്പോ എല്ലാവരും മഴ പെയ്ത് സ്റ്റാറ്റസ് ഇടും. ഞാൻ നോക്കി നിൽക്കലിരുന്നു. ഇപ്പൊ അതാ അൽഹംദുലില്ലാ നല്ല മഴ പെയ്തു. ഒന്ന് പുറത്തിറങ്ങി നോക്കുമ്പോ മഴ പെയ്യുന്നത്. വീട്ടിലാണെങ്കിൽ ഇതൊക്കെ ഒന്ന് രസമായിട്ട് ആസ്വദിക്കുക. കണ്ട പള്ളി, ഞങ്ങളെ നാട്ടിലെ 6-ാം മൈലിലെ പള്ളി, ഇപ്പൊ പുതിയ പള്ളി ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നോമ്പിന്റെ തലേന്നാ ഉദ്ഘാടനം കഴിഞ്ഞത്. അടിപൊളി പള്ളിയാണ്. അത് പഴയത് പൊളിച്ച് മാറ്റി സൂപ്പറാക്കി. ഞങ്ങൾ യാത്ര ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ഇപ്പൊ ഞങ്ങള് മില്ലുമുക്ക് കഴിഞ്ഞ് കണിയാൻ പറ്റെത്തണം. ഇവിടെ മഴയില്ല, ഇവിടെ പെയ്തിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെയുണ്ട്, ഓരോ മുറിഞ്ഞ് ഓരോ ഭാഗത്തേക്കാ പെയ്യുന്നത്. ഇവിടെ തീരെ ഉണങ്ങി കിടക്കുന്നു. നല്ല രസാട്ടോ നോമ്പ് നോറ്റിയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ. അത് മക്കൾ കൊണ്ടുപോകും, ഒരു പ്രത്യേക രസാ. അടുക്കളയിൽ പണിയെടുക്കണ്ട, ഒരു ക്ഷീണമില്ല. പോരാത്തതിന് കുറച്ച് മഴയും കിട്ടി. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെ കമന്റ് ചെയ്യണേ. അതായത് നമ്മളൊന്ന് പുറത്ത് പോകുക എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലിട്ട് പൊട്ടിയിരുന്ന് ഇപ്പോൾ ഒരു പണിയും എടുക്കണ്ട, മെസ്സ് കൂട്ട. അതാ മെയിനായിട്ട്. പിന്നെന്ന് പറഞ്ഞാല് മക്കളെ കൂടെ എങ്ങനെ പോവല്ലേ, അതൊരു രസല്ലേ. ഇത്ര കാലം നമ്മൾ മക്കളെ വളർത്തി ഉണ്ടാക്കി വലുതായി അവർക്ക് ജോലിയായി കഴിഞ്ഞ് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാവും. ഓ, എത്രയോ മക്കള് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാല് ആദ്യം തന്നെ ഉമ്മാരെ കൊല്ലുന്ന മക്കളെ നമ്മൾ കാണുന്നത്. മയക്കുമരുന്നും അതും. ആ സമയത്ത് കാലത്ത് അപ്പൊ നമ്മൾ ജീവിക്കുന്നത്. അന്നേരം ഇതിന് ഇരട്ടി മധുര. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമ്മൾ വളർത്തിയ മക്കളെ നമ്മൾ കൊണ്ടുപോകുന്നതൊക്കെ ഉള്ളത് അടുത്തിട്ട് കാണിച്ചിരുന്നുണ്ട് കേട്ടോ, എവിടേക്കാ കൊണ്ടുപോകുന്ന. ഇങ്ങനെ ഞങ്ങള് നോമ്പ് തുറന്ന് ഹോട്ടലിൽ വെച്ചിന്. അതൊന്നും വീഡിയോ പിടിക്കാൻ കഴിഞ്ഞില്ല. എന്താ അറിയോ, അവിടെ ഭയങ്കര ബഹളും പാട്ടും ഒക്കെ ഇരുന്നു. കാരണം കോപ്പിറൈറ്റ് വരുമല്ലോ, അതുകൊണ്ട് അത് പിടിച്ചിട്ടേ അല്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അടിപൊളി ഫുഡൊക്കെ വാങ്ങി തന്ന് ഞങ്ങൾ കഴിച്ച്. ഞങ്ങൾ നേരെ വന്ന് എവിടേക്കാന്ന് അറിയാം ഞങ്ങൾക്ക്, തുണിഷാപ്പിലേക്കാ, യെസ് ഭാരതിലേക്കാണ് ഞങ്ങളെ കൊണ്ടുവരുന്നത്. എനിക്കുണ്ടല്ല മക്കൾ ഇങ്ങനെ ഓരോന്ന് വാങ്ങിത്തരുമ്പോൾ സങ്കടമാണ്. നിങ്ങൾ പണിയെടുക്കില്ലേ രാവും പകലും, നമുക്ക് വാങ്ങിത്തരുമ്പോൾ ഓരോ സന്തോഷത്തിന് വാങ്ങിത്തരികയാണ്. പക്ഷെ നമുക്കൊരു സങ്കടമല്ല. എങ്ങൾക്കുണ്ട് അങ്ങനെ. ഞങ്ങൾ തുണിഷാപ്പിലേക്കാണ് പോണേ. വരി, നമുക്ക് തുണിഷാപ്പും വെള്ളമൊക്കെ കാണാലോ. ഇതാണ് കേട്ടോ യെസ് ഭാരത്. കാണിച്ചു തരാം മുൻഭാഗം. രാത്രിയും കൂടി ആകുമ്പോൾ എല്ലെങ്കിലും അറിയൂ, അടിപൊളിയാണ്. ഇതിപ്പോൾ നമ്മുടെ കൽപ്പറ്റൻ്റെ ഹൃദയ ഭാഗത്താണ്, ടൗണിൽ. ഇവര് ഞാൻ കാണിച്ചു തരാം. കേറുക. ചുരിദാർ റെഡിമേഡ്. കണ്ടോ ചുരിദാർ ഭാഗത്ത് ഒരു തിരക്ക്. ഇവിടുന്ന് കണ്ടുപിടിക്കണോ. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ്. രാത്രിയായിട്ടും തിരക്കാം. എല്ലാവരും അങ്ങനെ തന്നെ, ഞങ്ങളെപ്പോലെ ഒഴിഞ്ഞ സമയത്ത് വരിക. ഇതാ കേട്ടോ ഒന്ന്. ഇതെങ്ങനെ ഉണ്ട് എന്ന് പറയണേ. നോക്കട്ടെ, വേറൊന്ന് നോക്കട്ടെ കേട്ടോ. ഇതൊന്നും സെലക്റ്റഡ് ആണ്, സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇത്, അത് പച്ചയാ, മറ്റേത് കറുപ്പ്. ഇതാ കയ്യൊക്കെ ഉണ്ട്, സൂപ്പറല്ലേ. എന്താ
നോക്കട്ടെ, ഒന്നും കൂടി സെലക്ട് ചെയ്യട്ടെ. ഇനി സാരി എടുക്കുക. ഇത് ഓയിൽ സാരിയാ, പല കളറിലും ഉണ്ട്. ഇപ്പൊ ഇഷ്ടപ്പെട്ട ഇപ്പൊ ഈ കളർ. അതിൽതാ പച്ചുണ്ട്, നീലുണ്ട്, അടിപൊളിയാ. ഇതാപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏതാന്ന് പറയണേ. ഇഷ്ടപ്പെട്ടത് ഇതിൽ പല കളറും ഉണ്ടല്ലോ. അടുക്കള പണിയെടുക്കുമ്പോ ഇതല്ലേ നല്ലത്. ഒന്നും അറിയില്ല കറിയായാലൊന്നും. ഇപ്പൊ ഇതാ സെലക്ട് ചെയ്തത്. ചുരിദാർ ലാസ്റ്റ് സെലക്ട് ചെയ്ത് ഏതാന്നറിയതാ? വെള്ളയാ. കറുപ്പ് കുറെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വെള്ളയാക്കിയതാ. സാരി അത്, ചുരിദാർ ഇത്. മോന്റെ സെലക്ഷനും കൂടെ അത് നോക്കണല്ലേ നമ്മളിഷ്ടം മാത്രം നോക്കിയാൽ പറ്റൂലല്ലോ. ഇഷ്ടമെങ്കിൽ പറയണേ. ഇത് നൈറ്റിയാ കേട്ടോ. നൈറ്റിക്ക് നോക്ക് 188. ഇഷ്ടായോ? കയ്യുണ്ട് ഇതാ നോക്ക്. നൈറ്റിയായി, ചുരിദാറായി, സാരിയായി. ഇനി എന്താ വേണ്ട? ഇങ്ങനെ ഞങ്ങള് എല്ലാം വാങ്ങി ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ വീട്ടിൽ പോവുക. അങ്ങനെ യെസ് ഭാരതിൻ്റെ കഴിഞ്ഞ്, ഫുഡും കഴിച്ച്, ഡ്രസ്സും വാങ്ങി. ഞങ്ങൾക്ക് പെരുന്നാളായാൽ മതി. ബാബ ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോവുക, ഹോസ്പിറ്റലിലേക്ക് പോവുക, വാങ്ങിത്തന്ന് പോവുക. ഇനി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഹോട്ടലിൽ കയറി, ഡ്രസ്സ് വാങ്ങി. കണ്ടല്ലോ, ഞങ്ങളെ കാണിച്ചു തന്നില്ലേ എല്ലാം കഴിഞ്ഞ് മോനെ ഇനി ഹോസ്പിറ്റലിലേക്ക് പോവുക. ഞങ്ങളവിടെ ഇറക്കിയിട്ട് മോൻ്റെ വണ്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പോൾ മോനെ കണ്ടില്ല എന്ന് ആരും പറയേണ്ടതാ. മൂത്ത മോനാട്ടോ. മൂത്ത മോൻ ഞാൻ പറയല്ലോ, ഡോക്ടറാണ് മൂത്ത മോന്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാ. ഇനിയിപ്പോൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുക. അതാണ് ബുദ്ധിമുട്ട്. തീരെ സമയമില്ല. എന്നായിക്കോട്ടെ. എല്ലാം വാങ്ങി തിന്ന് എൻ്റെ മോന് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി. വല്ലാത്ത സങ്കടമല്ലേ നമുക്ക്, ഈ തള്ളാർക്ക് വല്ലാത്ത വിഷമ. മക്കൾ ഓരോന്ന് വാങ്ങി തരുന്ന എത്രയോ മക്കളുണ്ട് തിരിഞ്ഞു നോക്കാത്തത്. പക്ഷെ അവരൊക്കെ ഒന്ന് മാറിയിട്ട് രക്ഷിതാക്കളെ തിരിഞ്ഞു നോക്കുന്ന മക്കളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഈ സൗകര്യം പഠിച്ചോ കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.